ഈ ലുലു മാളൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ട്രാഫിക് ജാം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ പരിഹാരങ്ങൾ പ്രത്യേകിച്ച് വിദഗ്ധരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് വലിയ പ്രൊജക്റ്റുകൾ കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനം. നമ്മളെ തലക്കെടുത്തൂർ നിന്ന് തുടങ്ങി പൊന്നാനി വരെ ഒരു ട്രാൻസ്പോർട്ട് യാത്ര ജലപാത ഒരുക്കുക എന്നുള്ളത്, അത് ഒരു വോട്ട് സംവിധാനങ്ങളും അതിൻ്റെ ജില്ലാ പഞ്ചായത്ത് ഏകദേശം 7 കോടി രൂപയോളം ചെലവഴിച്ച് കുറേ ചളികളും മണ്ണുകളും നീക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാലവർഷം നമുക്കിവിടെ വെള്ളക്കെട്ട് ഒഴിവായത് കുറേ. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കെട്ടാനും സംവിധാനമുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് തിരൂരിൽ നിന്ന് താഴെപ്പാലത്തിൽ നിന്ന് തുടങ്ങി നമ്മളെ ഷിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന അവിടെ ഒരു പ്ലാറ്റ്ഫോം പണിത് അവിടെ ബോട്ട് സർവീസ് നടത്താനുള്ള ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് പൊന്നാനി വരെ കൊണ്ടുപോകുന്നൊരു സംവിധാനം, അർമാ റോഡ് വരെ. യെസ്, അനക്സ് ബിൽഡിംഗ്, തിരൂർ മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിംഗ് കെട്ടിടം ദീർഘകാലമായി ഒരു ഇന്നത്തെ കാലത്തിനനുസൃതമായിട്ടല്ല, വിവിധ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ ഓഫീസ് സംവിധാനം വളരെ ഡിഫറൻ്റാണ്. അപ്പോൾ ആ ഒരു മാറ്റം ആദ്യം കൊണ്ടുവരണം. കാരണം ഒരു അനക്സ് ബിൽഡിങ് തൊട്ടടുത്ത് തിരൂർ ബസ് സ്റ്റാൻഡ് വരുന്നതും പോകുന്നതും ഒരേ വഴിക്കാണ്. അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഒരു നല്ല ഒരു കോംപ്ലക്സ് തന്നെ പണിത് ഒരു അണ്ടർപാസൊക്കെ ഉള്ള ബസ് സ്റ്റേഷനുകൾ നിൽക്കാനും ഉള്ള സൗകര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സ്റ്റേഡിയത്തിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. കായിക രംഗത്ത് ഈ കഴിഞ്ഞ 5 വർഷം യഥാർത്ഥത്തിൽ ഇതിൻ്റെ നിർമ്മാണമൊക്കെ എന്നോ പൂർത്തീകരിക്കേണ്ടതാണ്. പക്ഷേ നമ്മളെ തിരൂർക്കാരനായ കായിക മന്ത്രി അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലുകളും ഒക്കെ ആയിട്ടാണ് അത് ദീർഘിച്ച് പോയത്. ഇപ്പോൾ അത് മനോഹരമായ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അടുത്ത് തന്നെ ശ്രമം നടത്തുന്നുണ്ട്. റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് നമുക്ക് വല്ലാതെ വഴുകാതെ തന്നെ നമുക്ക് ഫിഷ് മാർക്കറ്റും നമ്മളെ മാർക്കറ്റൊക്കെ പോകുന്നൊരവസ്ഥ വരും. ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റ് മനോഹരമായ രീതിയിൽ നമുക്ക് ഈ പൂങ്ങോട്ട് പോലീസ് ലൈനിൻ്റെ ഭാഗത്ത് നമ്മളെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ട്രഞ്ചിങ് ഗ്രൗണ്ട് ഉണ്ട്. ആ ട്രഞ്ചിങ് ഗ്രൗണ്ടിൻ്റെ അടുത്ത് നമ്മളൊന്നും അറിയപ്പെടാത്ത ഏകദേശം 3-4 ഏക്കർ സ്ഥലം വെറുതെ കിടക്കുക. അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം. അപ്പോൾ അത് അവിടെ ആ ഫിഷ് മാർക്കറ്റ് കൊണ്ടുവരാൻ അതിൻ്റെയൊക്കെ ഒരു ആരംഭം തന്നെ തുടക്കത്തിൽ തന്നെ അത് ചെയ്യുമെന്നുള്ളത് ഉറപ്പ് നൽകുകയാണ്. ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.